ഇന്ന് കുഞ്ഞിൻ്റെ ഫസ്റ്റ് ചോറൂണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ഫറോക്ക് പെരിക്കാത്ര ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പാപ്പനും അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അനുവിനും അമ്മയ്ക്കൊന്നും അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ നാളെ ഉത്സവം കൂടിയാണ്, നാളെയും മറ്റന്നാളായിട്ട്. ഇന്നിപ്പോൾ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പന്തലൊക്കെ കെട്ടിയേക്കുന്നത്. ധനുട്ട് എന്തേൻ്റെ മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ മാമ ഉണ്ണാൻ പോവാണ്. അപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു, 9:15 ചോറ് കൊടുക്കേണ്ടിണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയമായപ്പോൾ തന്നെ വേഗം വന്നിരുന്നു. ധനുട്ടിന് നൂലുകെട്ടിൻ്റെ അന്നാണ് ആദ്യമായിട്ട് പൊട്ട് തൊട്ടത്. അതും നെറ്റിയുടെ മുകളിൽ വലത്തെ സൈഡിലായിട്ട് മുകളിലായിട്ടാണ് തൊട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നേരെയാണ് തൊടാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നെറ്റിയുടെ നേരെ പൊട്ട് തൊടുകയാണ്. ആദ്യം തന്നെ ചന്ദനാണ് ചാർത്തിയേക്കുന്നത്. ഇന്ന് പുരുകും പൊട്ടൊന്നും ഇടിയിപ്പിച്ചിട്ടില്ല. പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പുരുകൊന്നും എഴുതിക്കാറില്ല. കണ്ണ് പിന്നെ കുഞ്ഞ് കണ്ണായതുകൊണ്ട് തന്നെ കണ്ണൊന്നും എഴുതിക്കാറില്ല. ഇപ്പോഴത്തെ കൺമഷിയിലൊക്കെ ഓരോ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കണ്ണും എഴുതിക്കാറില്ല. പുരുകം വല്ലപ്പോഴും ഞാൻ എഴുതിക്കാറുണ്ട്, എനിക്ക് തോന്നുന്ന സമയത്ത്. അല്ലാതെ അവന് പുരുകം എഴുതുമ്പോൾ എനിക്കൊരു ഭംഗി തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുരുകൊന്നും എഴുതിക്കാത്തത്. പിന്നെ പൊട്ടിന്ന് തൊടാത്ത എന്താ വെച്ചാൽ, നമ്മുടെ ചന്ദനം നേരെ നെറ്റിക്ക് തൊടുമ്പോൾ പൊട്ടൊരു കോണിലും ചന്ദന ഒരു സൈഡിലും അങ്ങനെ നെറ്റിയുടെ സെൻറ്ററിലായി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും തൊടിക്കാതെ കൊണ്ടുവന്നത്. ഇപ്പം ഇലയിലുള്ള വിഭവങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ ചോറൂണെന്ന് അറിയില്ല. പല അമ്പലത്തിലും പല രീതിയിലായിരിക്കും. ഇവിടെ നെയ്യ്, ഉപ്പ്, പഞ്ചസാര, ചെറുപഴം, പപ്പടം, പിന്നെ ഉപ്പില്ലാത്ത പടച്ചോറ് പോലത്തതും ചക്കര പായസമാണുള്ളത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, അതായത് ജസ്റ്റ് തൊടാനേ പറഞ്ഞിട്ടുള്ളായിരുന്നു തിരുമേനി. ഏട്ടനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് നാവിൽ ഉടച്ച് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വിഭവങ്ങളും തൊട്ട് ഒരു 3 തവണയാണ് നാവിൽ വെക്കേണ്ടിണ്ടായിരുന്നത്. അങ്ങനെയായിട്ട് 3 തവണ വെച്ചു. വലിയ കരച്ചിലോ ബഹളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അവനിങ്ങനെ ഭക്ഷണത്തിലേക്ക് നോക്കി നിൽക്കുക, പാത്രം ഇളകുന്നത് നോക്കുക, അതൊക്കെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഇതെന്താ അവരൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടായിരിക്കും ആദ്യമായിട്ട് വായ വെച്ചപ്പോൾ തന്നെ കഴിച്ചിറക്കുന്നത്. ഈ വറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അവൻ പുറത്തോട്ട് തന്നെ നാവുകൊണ്ട് തള്ളി പുറത്തോട്ട് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇതേപോലെ 3 തവണ വാവയുടെ വായിൽ വെച്ച് കൊടുത്തു. അതിന് ശേഷം അച്ഛന് കൊടുത്തു. ടാട്ടനുണ്ടായിരുന്നു, പാപ്പന്, മേമ, ലയ, അങ്ങനെ കുറച്ച് പേര് അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ ഞാൻ കണ്ണനാട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ചോറ് കൊടുക്കാൻ പറ്റിയില്ല കുഞ്ഞിന്. അങ്ങനെ ചോറൂണ് കഴിഞ്ഞു. ഞാൻ അവൻ്റെ വായൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്തൊക്കെയോ വായിൽ കഴിട്ടാവില്ലേ. മാമേ നടക്കേണ്ടി വരും. ചോറ് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലം ചുറ്റി തൊഴുന്നത്. രാവിലെ തന്നെ അതിനോട് നല്ല ഇളം വെയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് അത്ര കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. കൂടാതെ ഗുളികനും, ദണ്ഡന്, കരിങ്കുട്ടി, ഭൈരവന്, മുത്തപ്പന്, പിന്നെ നാഗദൈവങ്ങൾ, അങ്ങനെ കുറച്ച് ദൈവങ്ങളും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് തൊഴുതു. നേരെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പുറത്തേക്ക് നടന്നു. ടാട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നടക്കാനാ. ഇങ്ങോട്ടേക്കാ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മൂത്ത എത്തിയിട്ടുണ്ടായിരുന്നു. മൂത്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചി. പിന്നെ മൂത്തേനെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തു ടാട്ടൻ. നമ്മൾ വരുന്ന വഴിക്ക് പെരുന്നാളായതുകൊണ്ട് തന്നെ പായസം കിട്ടിയത് നല്ല അടിപൊളി സേമിയ പായസമായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബായ്.